ലങ്കാസ്റ്ററിലെ ഒരു സൂപ്പ് കടയിൽ നിന്ന് വലിയ അവമാനം നേരിട്ട് ഞാൻ തെരുവിലൂടെ ഇറങ്ങി നടക്കുകയാണ്. നല്ല തണുപ്പുള്ള രാത്രി, നല്ല വിശപ്പുണ്ടെനിക്ക്. വിശപ്പിനേക്കാൾ കൂടുതൽ അവിടുന്ന് ചീത്ത പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടു ഒരു സൂപ്പ് കടയിൽ നിന്ന് എന്നുള്ളതിൻ്റെ ഒരു നാണക്കേടും ഒരു നിരാശയൊക്കെയുണ്ട്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ആ നാണക്കേടൊക്കെ മാറി. നമ്മളെന്തിനാണ് നാണം കെടുന്നത്? നമുക്കെന്താ പ്രശ്നം? അയാളുടെ സ്വഭാവം കാണിച്ചു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും, ഭക്ഷണം കഴിക്കും, നമ്മൾ അടുത്ത യാത്ര നടത്തും. അയാൾ ഈ സൂപ്പ് കടയുമായിട്ട് ജീവിതകാലം മുഴുവൻ ഈ തെരുവിൽ കഴിയുന്ന ഒരാൾ. നമ്മളങ്ങനെയല്ല. നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ന് ഇംഗ്ലണ്ട് വരെ എത്തി, നാളെ മറ്റൊരു നാട്ടിലേക്ക് പോകും. ലോകം മുഴുവൻ നമ്മൾ കാണും. നമ്മൾ ലോകത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച്, വംശീയതയുടെ നിറവ്യത്യാസത്തിൻ്റെ ഒക്കെ അതിർത്തികൾ ഭേദിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്ര ഉന്നതമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന നമ്മളെ ഒരു സൂപ്പ് വിൽപ്പനക്കാരൻ എങ്ങനെയാണ് തളർത്താൻ പറ്റുക? എങ്ങനെയാണ് നിരാശനാക്കാൻ പറ്റുക? അങ്ങനെ ഞാൻ തെരുവുകളിലൂടെ നടന്ന് കുറേ നടന്നിട്ടും റെസ്റ്റോറൻറ്റുകളൊന്നും കാണുന്നില്ല. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ബാറ് തുറന്നിരിപ്പുണ്ട്. എന്തോ ഒരു പബ്ബ് എന്നവറ്റാണ് എൻ്റെ പേരൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. അപ്പോൾ ആ സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യവും ഞാനങ്ങ് മറന്നു. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഒത്തിരി ഇരുട്ടുന്നതിന് മുമ്പ്. ഇനി അധികം നടക്കാൻ വയ്യ. ഈ പബ്ബിൽ തന്നെ കയറാൻ തീരുമാനിച്ചു. അതിനകത്ത് ചെന്ന് കയറി. അതിനകത്ത് നല്ല ബഹളമാണ്. ധാരാളം ആളുകൾ നിരന്നിരിക്കുന്നു, മദ്യപിക്കുന്നു, ചിലരൊക്കെ ഭക്ഷണം കഴിക്കുന്നു. ഇത്തരം ബാറുകളിലൊക്കെ ഭക്ഷണവും കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കയറി ചെന്നത്. പക്ഷേ ഇവിടെ ഇത്തരം പബ്ബുകളിൽ പൊതുവേ ഇവർ ബിയറൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, അധികം ഭക്ഷണം കഴിക്കില്ല. ഞാൻ കയറി ചെന്നൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. അവരൊക്കെ അവരുടെ ലോകത്താണ്. കൂടുതലും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരുടെ ഒരു സംഘം ഒരു മൂലയ്ക്കിരുന്ന് പൊട്ടിച്ചിരിക്കുന്നു, കഥകൾ പറയുന്നു. ഞാൻ പോയി ഒരു മൂലയ്ക്കത്തെ സീറ്റ് പിടിച്ചു. പുറത്തെ കാഴ്ചകൾ കാണാവുന്ന ഒരിടത്തേക്ക് തിരിഞ്ഞിരുന്നു. അവിടുത്തെ ഒരു ജോലിക്കാരി വന്നു, ചോദിച്ചെന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും ഭക്ഷണം വേണം. ആ മേശപ്പുറത്ത് തന്നെ ഒരു മെനു കാർഡുണ്ട്. അതിൽ നോക്കിയപ്പം എല്ലാത്തിനും നല്ല വിലയാണ്. മദ്യമാണ് അല്ലെങ്കിൽ ബിയറാണ് വില കുറഞ്ഞ വസ്തു അവിടെ. അങ്ങനെ ഞാൻ നോക്കി, എന്തോ ഒരു മെക്സിക്കൻ വിഭവമാണെന്ന് തോന്നുന്നു. ഏതോ ഒരു വിഭവം ഓർഡർ ചെയ്തു. അത് വന്നു, കഴിച്ചു. പക്ഷേ 20 പൗണ്ട് കൊടുക്കേണ്ടി വന്നു. 20 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് 10,000-2,000 രൂപയാണ്. പക്ഷേ വേറെ മാർഗ്ഗമില്ല. ഭക്ഷണം കഴിച്ചു, നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. അന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ കിങ് സാംസ് എന്ന് പറയുന്ന ചരിത്രമുള്ള, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള, ചാൾസ് ഡിക്കൻസ് നോവൽ എഴുതാൻ വന്ന് താമസിച്ചിരുന്ന ആ ഹോട്ടലിലെ ആ മുറിയിൽ സുഖമായിട്ട് കിടന്നങ്ങുറങ്ങി. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഉണർന്നു. രാവിലെ ഉണർന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ തെരുവിലേക്ക് ഇറങ്ങി. കാരണം ഇന്ന് ഉച്ചവരെയുള്ള സമയം കൊണ്ട് എനിക്ക് ഈ ലങ്കാസ്റ്റർ നഗരത്തെ കണ്ടു തീർക്കണം. അങ്ങനെ നടന്ന് ആദ്യം ചെല്ലുന്ന ഒരു ചൈനീസ് സ്ട്രീറ്റിലേക്കാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റുകളും ചൈനീസ് ഷോപ്പുകളും ഒക്കെ ധാരാളമുള്ളൊരു ചൈനീസ് സ്ട്രീറ്റ്. ആ സ്ട്രീറ്റൊക്കെ സജീവമായി വരുന്നതേ ഉള്ളൂ, അതിരാവിലെയല്ലേ. വീണ്ടും നടന്ന് ചെല്ലുന്ന ഒരു മാർക്കറ്റിലേക്കാണ്, മാർക്കറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഈ മാർക്കറ്റ് സ്ക്വയറിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് കുറേ ചെറിയ ചെറിയ പിക്കപ്പുകളുമായിട്ട് ആളുകൾ വന്നിട്ട് സാധനങ്ങൾ ഈ മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ചക്കറി, ഫാം ഉൽപ്പന്നങ്ങളൊക്കെയാണ്. ചീസ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ഓരോ കർഷകർ കൊണ്ടുവരുന്നതാണ്. ഈ കർഷകരുടെ വാഹനങ്ങളാണ്. ഈ ചന്തയുള്ള ദിവസം ഇവർ ഉൾനാടുകളിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഈ ലങ്കാസ്റ്റർ നഗരത്തിലേക്ക് ഈ ചന്ത ദിവസം ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. അവരിവിടെ കൊണ്ടുവന്ന് അവരുടെ തന്നെ ഒരു സ്റ്റോളിൽ അതവിടെ നിരത്തി വെക്കും, വിൽക്കും. കൂണ്, തേന്, മുട്ട, ചീസ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി സാധനങ്ങൾ. അപ്പോൾ സാധാരണ കർഷകർ അവരുടെ ഫാമുകളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുമായിട്ട് ഇവിടെ വരുന്നു. അവർ തന്നെ നേരിട്ട് വിൽക്കുന്നു. ആളുകൾ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നു. ഇടനിലക്കാരില്ലാതെ ഇവർക്കതിൻ്റെ വില കിട്ടുന്നു. നല്ലൊരു കൺസെപ്റ്റാണത്. ഗ്രാമീണർ നേരിട്ട് നഗരത്തിലെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അവരുടെ വസ്തുക്കൾ വിൽക്കുന്നു. അവരുടെ പിക്കപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. അതിനകത്താണ് പല സാധനങ്ങളും വെച്ചിരിക്കുന്നത്. ഞാനതൊക്കെ കണ്ടു നടന്നു. ഇവർ ഉച്ചയോടുകൂടി ഈ ചന്ത അവസാനിക്കും ഏകദേശം. ഇവരുടെ സാധനങ്ങളൊക്കെ വിറ്റ് തീരും. വീണ്ടും നടന്നു ചെല്ലുമ്പോൾ ഒരു ഗേറ്റ്, ഒരു കവാടം. ഈ കവാടത്തിൽ ഒരു ബോർഡ് കണ്ടു. വില്യം പെനി എന്ന് പറയുന്ന ഒരാൾ 1720 സ്ഥാപിച്ച ഒരു ധർമാശുപത്രിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 1720, എത്ര നൂറ്റാണ്ട് മുമ്പാണ് അന്ന് സ്ഥാപിച്ച ഒരാശുപത്രി. അതും സാധാരണക്കാർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു ഫ്രീ ഹോസ്പിറ്റൽ. 1720 നമ്മുടെ നാട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഗ്രാമീണ വൈദ്യന്മാരും അങ്ങനെയുള്ള നാട്ടുചികിത്സയും ഒറ്റമൂലി ചികിത്സയൊക്കെ ഉള്ളൊരു കാലത്ത് അവിടെ ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹോസ്പിറ്റലുകളിൽ കാശുള്ളവർക്കുള്ളതുകൊണ്ട് ധർമാശുപത്രികളും ഉണ്ടെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ വില്യം പെനി എന്ന് പറയുന്നൊരു മനുഷ്യൻ അന്ന് ആരംഭിച്ച ഒരു ചാരിറ്റി ഹോസ്പിറ്റൽ. വീണ്ടും നമ്മൾ നടന്ന് എത്തുന്നത് ലങ്കാസ്റ്റർ കാസിലിൻ്റെ മുന്നിലേക്ക്. കാസിൽ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയായിരിക്കും,
കോട്ട മാത്രമല്ല, അതിനകത്തൊരു നാട്ടു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു പ്രഭു വസിച്ചിരുന്ന ഒരു കൊട്ടാരം കൂടെ ചേർന്നായിരിക്കും ഈ കാസിൽ. ചുറ്റും കനത്ത മതിലും ഒക്കെ ഉണ്ടാവും, കൽമതിലുകളുണ്ടാവും. അതിനകത്ത് കയറി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കയറി ചെല്ലുമ്പോൾ അത് ഇന്ന് ഒരു ജയിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കൗണ്ടി കോടതിയും പ്രവർത്തിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ജയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കയറി അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പുറത്തുനിന്ന് ഷൂട്ടൊക്കെ ചെയ്തു. അതിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു പള്ളിയുണ്ട്, പുരാതനമായൊരു പള്ളി, ഒരു സെൻറ്റ് ജോർജ് ചർച്ച്. അങ്ങനെ പോകുമ്പോൾ തെരുവിലെ ഒരു കലാകാരൻ പയ്യെ രാവിലെ പാട്ട് പാടാൻ തുടങ്ങിയിരിക്കുന്നു, ഗിത്താറൊക്കെ ആയിട്ട് മ്യൂസിക് ആരംഭിച്ചിരിക്കുന്നു. രാവിലെ തന്നെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വീണ്ടും നടന്ന് നമ്മൾ ലങ്കാസ്റ്റർ മ്യൂസിയത്തിലേക്ക് എത്തുകയാണ്. ഈ ലങ്കാസ്റ്റർ മ്യൂസിയം രസകരമായൊരു മ്യൂസിയമാണ്. ശരിക്കും വലിയൊരു മ്യൂസിയമോ അല്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പല മ്യൂസിയങ്ങൾ കണ്ടിട്ടിരിക്കുന്നതിൻ്റെ സ്വഭാവം ഒന്നും ഉള്ളതല്ല. പക്ഷേ അവിടെ വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. ഈ ലങ്കാസ്റ്ററിൻ്റെ ചരിത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലങ്കാസ്റ്ററിൻ്റെ ഒരു 10, 500, 1000 കൊല്ലം മുമ്പത്തെ ജീവിതം എങ്ങനെയായിരുന്നു, ആ പല കാലഘട്ടങ്ങളിലെ പല സമുദായങ്ങൾ, പല വിഭാഗം ആളുകൾ, സമുദായങ്ങളെന്ന് പറയാൻ പറ്റില്ല, പല വിഭാഗം ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ വീട്ടുപകരണങ്ങൾ, ആയുധങ്ങൾ, അതുപോലെ തന്നെ പഴയ കാലത്തെ പത്രങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഇവിടെ ഇറങ്ങിയിരുന്ന പത്രങ്ങൾ, ആ പത്രങ്ങളിലൂടെ ലങ്കാസ്റ്ററിലുണ്ടായ പ്രമുഖമായ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ ചരിത്രപരമായ സംഭവങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായ പ്രധാന സംഭവങ്ങളൊക്കെ ഈ വാർത്തകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ പഴയകാലത്തെ നിരവധി ഉപകരണങ്ങൾ, പഴയൊരു സൈക്കിള്, പഴയ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊരു വമ്പൻ കൂറ്റനൊരു ചക്രവും പുറകിലൊരു കുഞ്ഞു ചക്രവുമുള്ള സൈക്കിള്. പിന്നെ പെയിൻറ്റിങ്സ്, ധാരാളം പെയിൻറ്റിങ്ങുകൾ, പ്രാദേശിക കലാകാരന്മാരുടെ പെയിൻറ്റിങ്ങുകളാണ് കൂടുതൽ, പക്ഷേ അതിഗംഭീരമായ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ. അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരാശയം വന്നത്, നമ്മുടെ ഓരോ പഞ്ചായത്തിലും ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മ്യൂസിയം ഉണ്ടാക്കേണ്ടതല്ലേ. അതിന് ഒരു 2 മുറി ഉണ്ടെങ്കിലും മതി. പഞ്ചായത്തിൻ്റെ കെട്ടിടത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു 2 മുറിയുള്ള ഒരു ചെറിയ മ്യൂസിയം എങ്കിലും ഓരോ പഞ്ചായത്തിലും വേണം. ഈ നമ്മുടെ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ ഗ്രാമത്തിനും ഒരു ചരിത്രമില്ലേ, ആ ചരിത്രത്തെ നമ്മൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു വെക്കണം. ആ പഞ്ചായത്തിലെ പ്രധാന തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു, ആ നാട്ടിലെ പ്രധാന തൊഴിലുകൾ, ആ നാട്ടിലെ തൊഴിലിൻ്റെ ഉപകരണങ്ങൾ, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അക്കാലത്തെ ആ ഗ്രാമത്തിലെ മനുഷ്യരുടെ ഭക്ഷണശീലം എന്തായിരുന്നു, ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പഴയ കാലത്ത് പലതരം ചിരവകളുണ്ട്, കഞ്ഞിവെള്ളം ഊറ്റിക്കളയുന്ന പലകയുണ്ട്, ഉപ്പിട്ട് വെക്കുന്ന പാത്രങ്ങളുണ്ട്, നെല്ല് കുത്തുന്ന ഉരലുകളുണ്ട്, അരി പൊടിക്കുന്ന ഉരലുകളുണ്ട്, അരി ആട്ടുന്ന ഉപകരണങ്ങളുണ്ട്. ഇതൊക്കെ വരുന്ന തലമുറയ്ക്ക് അന്യമായി പോകും. മിക്സിയുടെ, ഗ്രൈൻഡറിൻ്റെ ഒക്കെ ഒരു കാലത്ത്, അല്ലെങ്കിൽ റെഡിമെയ്ഡ് പൊടി മേടിച്ചും മാവ് മേടിച്ചും ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു കാലത്ത് ഇതൊന്നും അടുത്ത തലമുറ കാണാൻ പോകുന്നില്ല. നിരവധിയായ വീട്ടുപകരണങ്ങൾ, നിരവധിയായ പാത്രങ്ങൾ, ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യണം. കൂടാതെ പലവിധ തൊഴിലുകളുടെ ഉപകരണങ്ങൾ, കശാപ്പുകാരൻ്റെ ഉപകരണം മുതൽ തടിപ്പണിക്കാരൻ്റെ, ആശാരിയുടെ ഉപകരണം മുതൽ കള്ള് ചെത്തുന്നയാളുടെ ഉപകരണം മുതൽ നാട്ടിലെ പൂജാരിമാർ ഉപയോഗിച്ചിരുന്ന, ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ മുതൽ പള്ളികളിലെ ധൂപപാത്രങ്ങളും അനുബന്ധമായ ഉപകരണങ്ങൾ മുതൽ ഇതെല്ലാം ആ പ്രദേശത്തിൻ്റെ ചരിത്രം സംരക്ഷിക്കണം. കൂടാതെ ആ നാട്ടിലുണ്ടായ പ്രധാന സംഭവങ്ങളെക്കുറിച്ച് വന്ന പത്രവാർത്തകൾ പ്രദർശിപ്പിക്കണം. അതായത് 50, 60 കൊല്ലം മുമ്പുണ്ടായൊരു പത്രവാർത്തയായിരിക്കാം ആ നാട്ടിൽ ആദ്യമായൊരു പാലം വന്നത്, അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് പ്രശസ്തനായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത, ഇതെല്ലാം അവിടെ പ്രദർശിപ്പിക്കാം. അതുകൂടാതെ തന്നെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ വ്യക്തികളെക്കുറിച്ചുള്ള ഒരു ഭാഗം അതിനകത്ത് ഉൾപ്പെടുത്താം. ഈ കേരളത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും കേരളമെങ്കിലും അറിയുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. ആ വ്യക്തികളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു ചിത്രം, ഇതൊക്കെ പ്രദർശിപ്പിക്കാം. അങ്ങനെ ഒരു നാടിൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ നാടിൻ്റെ പിൻകാലം, പഴയകാലം എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഓരോ ചെറിയ മ്യൂസിയം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാക്കാവുന്നതാണ്. അതുണ്ടാക്കുമ്പോൾ വരുന്ന തലമുറകൾക്ക് നമ്മൾ ജീവിച്ചിരുന്ന ഒരു നാട് ചരിത്രമുള്ള നാടാണെന്നും സംസ്കാരവും പാരമ്പര്യമുള്ളൊരു നാടാണെന്നുള്ള തോന്നലുണ്ടാവും, ഒരു അഭിമാനബോധം ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ച് മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും സമയമായി. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയേക്കാം, അധികം താമസിക്കേണ്ട, കാരണം എപ്പോഴാണ് ഇനി ട്രെയിൻ എന്നറിയില്ല. ഉച്ചയോടുകൂടി ട്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഗ്ലാസ്ഗോയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലെ ഒരു പ്രമുഖമായ പട്ടണം, ഏറ്റവും വലിയ പട്ടണമെന്നും വേണേൽ പറയാം ഗ്ലാസ്ഗോ ഒരു പടിഞ്ഞാറൻ തീരത്തെ, സ്കോട്ട്ലൻഡിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ പട്ടണമാണ്, വലിയൊരു തുറമുഖ നഗരം. അവിടേക്കാണ് പോകേണ്ടത്. ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോഴത്തേക്കും വെയിലൊക്കെ പരത്തിട്ടുണ്ട്, കാലാവസ്ഥ നല്ലതാണ്, നല്ല പ്ലസൻ്റായ അന്തരീക്ഷമാണ്. ഒരു ദിവസം കൂടെ വേണമെങ്കിൽ ഈ പറഞ്ഞ ലങ്കാസ്റ്ററിൽ നിൽക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ ഇനി ഏറെ കാഴ്ചകളിലേക്ക് പോകാനുണ്ട്, അധിക ദിവസങ്ങളില്ല താനും ഇംഗ്ലണ്ടിൽ. അപ്പം ഞാൻ പയ്യെ നടക്കുമ്പോൾ അന്നൊക്കെ ഞാൻ ചില കുസൃതികൾ കാണിക്കും. പുറകിൽ നിന്നാണ് സൂര്യൻ്റെ വെയിൽ വരുന്നതെങ്കിൽ
എൻ്റെ മുമ്പിലായിരിക്കുമല്ലോ നിഴൽ. ഞാൻ ആ നിഴലിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തും. കാരണം എൻ്റെ ദൃശ്യങ്ങൾ പകർത്തണ വലിയ പണിയാണ്, വലിയ ക്യാമറയല്ലേ, ഈ സെൽഫി എടുക്കുന്ന പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ അവിടെ ചില്ലിട്ട ഗ്ലാസ്സിൽ എൻ്റെ രൂപം പ്രതിഫലിക്കും. അല്ലെങ്കിൽ ഒരു ലിഫ്റ്റിനകത്ത് കയറുമ്പോൾ അതിനകത്ത് മിററുണ്ടെങ്കിൽ എൻ്റെ ദൃശ്യം അതിനകത്ത് കാണും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സത്യത്തിൽ ദീർഘകാലം സഞ്ചാരം തുടങ്ങിയ ഒരു 7-8 കൊല്ലത്തോളം വരെ പല ആളുകൾക്കും ഇത് ഞാനെന്ന് പറയുന്ന ഒരു മലയാളി പോയി ചിത്രീകരിച്ചു കൊണ്ടിരുന്ന സഞ്ചാരമാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും പലരും എൻ്റെ അടുത്ത് തർക്കിച്ചിട്ടുണ്ട്, ഇത് നിങ്ങളെടുക്കുന്ന പരിപാടിയല്ലല്ലോ എന്നുള്ള മട്ടിൽ. അതുപോലെ തന്നെ ഞാൻ ആരാണെന്ന് അറിയില്ലായിരുന്നു, എൻ്റെ രൂപം അറിയില്ലായിരുന്നു. പല ആളുകളും ചിന്തിച്ചിരുന്നത് ഇത് ഞാൻ എവിടുന്നോ ഏതോ വിദേശ രാജ്യത്തുനിന്ന് കാസറ്റുകൾ വാങ്ങി ഡബ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്നാണ്. ഒരിക്കൽ എൻ്റെ നാട്ടുകാരൻ ഒരു കോളേജ് പ്രൊഫസർ ഒരിക്കൽ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ, എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം, ഈ സഞ്ചാരമൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് കാണുമ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചു, എടോ തനിക്കിത് എവിടുന്ന് ഇതിൻ്റെയൊക്കെ കാസറ്റ് കിട്ടുന്നേ, വേറെ ആരോടും പറയണ്ട, എന്നോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് പോലും ഞാൻ ഈ കാസറ്റ് മേടിക്കാൻ പോകുന്നതാണെന്നാണ് വിശ്വസിച്ചിരുന്നത് വിദേശത്തേക്കൊക്കെ. അതുപോലെ നമ്മൾ അന്ന് നടത്തിയ യാത്രകളുടെ ആ ഒരു കാഠിന്യം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഉപകരണമില്ല, ഗൂഗിളിൽ നിന്ന് കേട്ടിട്ടില്ലാത്തൊരു കാലം, ഗൂഗിള് മാപ്പ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സാധ്യതകളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ഈ യാത്രകളൊക്കെ നടത്തുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള യാത്രകളെല്ലാം. നമുക്കൊരു നാടിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളിൽ നിന്ന് മാത്രം വിവരം കിട്ടുന്നൊരു കാര്യം. ആ വിവരം കിട്ടുന്നത് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ വേൾഡ് ബുക്കൊക്കെ പോലുള്ള എൻസൈക്ലോപീഡിയകളുണ്ട്. ഈ വിശ്വവിജ്ഞാന കോശങ്ങളൊക്കെ വായിച്ചാണ് ഞാൻ ഈ പോകുന്ന ഓരോ നാട്ടിലെയും പട്ടണത്തിൻ്റെ വിവരങ്ങൾ അറിയുന്നത്. എന്നിട്ട് അതിൻ്റെ ഫോട്ടോകോപ്പി എടുക്കും, ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ പോകേണ്ട സ്ഥലങ്ങൾ അതിലൊക്കെ വരച്ചിട്ട് ഒരു കെട്ട് പേപ്പറുമായിട്ടാണ് ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്നത്. വിമാനയാത്രയ്ക്കിടയിൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഹോട്ടലിൽ മുറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഇരുന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു മനുഷ്യനെ പരിചയമില്ല. കാരണം ഈ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടാൽ നാളെ ഞാൻ ഇംഗ്ലണ്ടിൽ വരുന്നു, നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാൽ കുറേ പേര് വിളിക്കും, കുറേ കമ്മ്യൂണിക്കേഷൻ വരും. ഈ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തൊരു കാലം. അപ്പോൾ ഇന്ന് പല ആളുകളും സഞ്ചാരം എന്താണ്, അങ്ങനെ പോയത് ഇങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ പോകേണ്ടത്, ഇങ്ങനെയല്ലേ പോകേണ്ടത്, പുതിയ തലമുറയെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സഞ്ചാരം തുടങ്ങിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുമ്പോൾ ആ സാഹചര്യം എന്താണെന്ന് ദയവായി മനസ്സിലാക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർ പോകുന്ന സാഹചര്യങ്ങളിലല്ല അന്ന് സഞ്ചാരം തുടങ്ങിയത് എന്നതുകൊണ്ട് സഞ്ചാരം ഇന്നത്തേതുപോലെ വ്ളോഗാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, നമ്മളുടെ പല പ്രേക്ഷകരും ലക്ഷക്കണക്കിന് സഞ്ചാരം ഇഷ്ടപ്പെടുന്ന, സഞ്ചാരത്തെ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഈ ഫോർമാറ്റിൽ മാറ്റം വരുന്നത് ഇഷ്ടമല്ല. അവർ സഞ്ചാരം കാണുന്നത് അറിവ് നേടുന്നതിനോട് കൂടിയാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിരവധി ചെറുപ്പക്കാർ സഞ്ചാരമാണ് അവർ റെഗുലറായിട്ട് കാണുന്നൊരു പരിപാടി, അല്ലെങ്കിൽ സഫാരി TV ആണ് അവർ സ്ഥിരമായി കാണുന്ന പരിപാടി. അവർക്ക് വേണ്ടത് അറിവാണ്, വിജ്ഞാനം കിട്ടുന്നൊരു പരിപാടിയാണ്. വെറുതെ കാഴ്ചകളിലൂടെ പോയി നമ്മൾ കുറേ തമാശകൾ പറഞ്ഞ് കുറച്ച് കൂട്ടുകാരുമായിട്ട് പൊട്ടിച്ചിരിച്ച് അല്ലെങ്കിൽ പാതി അറിവോ മണ്ടത്തരമായ അറിവുകളോ ഒക്കെ വിളമ്പുന്ന ഒന്നാകുകയല്ല, യഥാർത്ഥത്തിലുള്ള അറിവുകൾ കൊടുക്കുന്ന ഒരു പരിപാടിയായിരിക്കണം സഞ്ചാരം എന്ന് നിരവധി പ്രേക്ഷകർ ഇപ്പോഴും നിഷ്കർഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വ്ളോഗിൻ്റെ ഒരു സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ ലൈറ്റായുള്ള പരിപാടിയായിട്ടോ മാറ്റാത്തത്. ലൈറ്റായൊരു പരിപാടിയാക്കാൻ വളരെ എളുപ്പമാണ്. ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യാൻ കഴിയുന്ന എൻ്റെ ചില സുഹൃത്തുക്കളോടൊപ്പമുള്ള വീഡിയോകളൊക്കെ മില്യൺസ് ഓഫ് വ്യൂവേഴ്സുള്ള വീഡിയോകളാണ്. അതിനകത്ത് തമാശ പറയാനും നർമ്മം പറയാനും ഒക്കെ ഏറ്റവും പറ്റുന്ന സുഹൃത്തുക്കളും എനിക്കുണ്ട്. ആ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിഗംഭീരമായ വ്ളോഗുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാത്തത് കൊണ്ടല്ല. പക്ഷേ സഞ്ചാരത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം മറ്റൊന്നാണെന്നും സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർ നിലവാരമുള്ള, ചിന്തിക്കുന്ന, ബൗദ്ധിക ഔന്നത്യമുള്ള, പ്രബുദ്ധരായ മറ്റൊരു വിഭാഗം ആളുകളാണ്. പക്വതയും പാകതയും ചരിത്രബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള വേറൊരു വിഭാഗം ആളുകളാണ്. അവരെയാണ് സഞ്ചാരം കേറ്റർ ചെയ്യുന്നത്. സഞ്ചാരം കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കാണാൻ എന്താ ഒരു പരിപാടിയുള്ളത്? അവർക്ക് വേണ്ടി മറ്റേത് പരിപാടിയാണ് ഉള്ളത്? അവർക്ക് കാണാനുള്ള പരിപാടിയും വേണ്ടേ? അതുകൊണ്ടാണ് സഫാരിയും സഞ്ചാരവും ഒരു ഉന്നത തലത്തിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള പരിപാടികൾ മാത്രമായി പോകുന്നത്. അത് മറ്റുള്ള പ്രേക്ഷകരോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അവർക്കും ഈ പറഞ്ഞ തരം പരിപാടികളുണ്ടല്ലോ. സഫാരി വേറെ, സഞ്ചാരം വേറെ, മറ്റ് സോഷ്യൽ മീഡിയ പരിപാടികൾ വേറെ. ഇതിനെ രണ്ടായിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് നല്ലത്. ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ നിഴലുകളെയൊക്കെ ഷൂട്ട് ചെയ്താണ് പോകുന്നത്. ഈ നിഴലൊക്കെ ഷൂട്ട് ചെയ്ത് എന്തിനാ ഞാൻ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന അഭ്യാസങ്ങളാണെന്നൊക്കെ. അങ്ങനെ നടന്ന് നമ്മൾ ലങ്കാസ്റ്റർ സ്റ്റേഷനിലെത്തുന്നു. ലങ്കാസ്റ്റർ സ്റ്റേഷനിലെത്തുമ്പോഴത്തേക്കും അധികം താമസം ഒരു ട്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായി. ഞാനങ്ങനെ കാത്തു നിൽക്കുമ്പോഴത്തേക്കും അലസമായിട്ട് ഒരു ചരക്ക് വണ്ടി കടന്നുപോയി. അധികം ആളുകളൊന്നുമില്ല. അങ്ങനെ കാത്തു നിൽക്കെ ഒരു ട്രെയിൻ വരുന്നു. ഗ്ലാസ്ഗോയിലേക്കുള്ള ട്രെയിനാണ്. ഞാൻ അതിൽ കയറുന്നു. അതിൽ പോയി സീറ്റ് പിടിക്കുന്നു. സീറ്റൊക്കെ ഉണ്ട്, അധികം ആളൊന്നുമില്ല. ട്രെയിന് അധികം താമസിയാതെ യാത്ര പുറപ്പെടുന്നു.
ലങ്കാസ്റ്ററിൻ്റെ നഗരം പിന്നിടുന്നു. ഒരു വലിയ പാലം കടന്ന് ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. അതിമനോഹരമായ ഗ്രാമക്കാഴ്ചകളാണ്. പിന്നെ നിരന്ന പുൽമേടുകൾ, പുൽമേടുകളിലൊന്നും വീടുകളില്ല. പുൽമേടുകളുടെ അതിരുകളിൽ ചെറിയ ഗ്രാമങ്ങൾ, ഗ്രാമങ്ങളിൽ കാൽപ്പനികത എന്ന് പറഞ്ഞാൽ നമ്മൾ നോവലിലോ സാഹിത്യത്തിലോ പഴയ ക്ലാസിക് സിനിമകളിലോ ഒക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഗ്രാമങ്ങൾ, നമ്മളെ കൊതിപ്പിക്കുന്ന വീടുകൾ, ആ ട്രഡീഷണൽ ശൈലിയിലുള്ള വീടുകൾ, പുൽമേടുകൾ, പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങൾ, പിന്നെ പുല്ല് വെട്ടി ഉരുളകളാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾ, ചെറിയ വനപ്രദേശങ്ങൾ, കൃഷിയിടങ്ങളിൽ മഞ്ഞുകാലം തുടങ്ങിയതുകൊണ്ട് കൃഷിയൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ഇങ്ങനെ ഓടുകയാണ് ഗ്രാമങ്ങളും കാഴ്ചകളും കണ്ടുകൊണ്ട്. അങ്ങനെ കുറേ ദൂരം ട്രെയിൻ ഓടി ഒരു ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തുന്നു. ഓക്സൻ ഹോം എന്ന് പറയുന്ന പട്ടണമാണ്. ഈ ഓക്സൻ ഹോമിൽ ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ, ഒരു ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള പഴയകാല ഒരു യൂറോപ്യൻ റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാ രൂപഭാവങ്ങളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോയി ട്രെയിൻ പോയി നിന്നു. കുറച്ചാളുകൾ ഇറങ്ങി, 1-2 പേരിറങ്ങി, 2-3 ആളുകൾ കയറി വന്നു. കയറി വന്നാലേ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ കയ്യിൽ ഒരു കെട്ട് പത്രമുണ്ട്, ഒരു 3-4 കെട്ട് പത്രങ്ങൾ. ഇതുമായിട്ട് വരുന്നു. എന്നിട്ട് അയാൾ അങ്ങും ഇങ്ങൊക്കെ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മേശയുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്നെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റുണ്ട്. അയാൾ അതേ കൊണ്ടുവന്ന് ആ പത്രം ഇട്ടു. കയ്യിലുണ്ടായിരുന്ന കുറേ കൂടൊക്കെ മേശയിലേക്ക് വെച്ചു. എന്നിട്ട് അവിടെ ഇരുന്നു. ആരെയും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇയാളുടെ ചെവിയിൽ ഒരു ഇയർഫോൺ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ചെറിയൊരു ചലനമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു ചെറിയ വെട്ടലൊക്കെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് പാട്ട് കേൾക്കുന്നതാണ്. എന്നിട്ട് ഈ പത്രം ഓരോന്നോരോന്നെടുത്ത് വായനയാണ്. ഈ നമ്മുടെ ലെയ്സൊക്കെ പോലുള്ള കുറേ ചിപ്സിൻ്റെ കൂടുകളാണ്. അതുകൊണ്ട് 5-6 കയ്യിലുണ്ട്. ഒരെണ്ണം പൊട്ടിക്കുന്നു, അതിനകത്ത് എടുക്കുന്നു, പുള്ളി അതങ്ങ് മാറ്റി വെക്കുന്നു, അടുത്തത് പൊട്ടിക്കുന്നു, ഒരെണ്ണം എടുത്ത് കഴിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് കേൾക്കുന്നു, പത്രം വായിക്കുന്നു, ചിപ്സ് തിന്നുന്നു. ഒരു 10-60 പേജുകളുണ്ട് ഈ പത്രത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു 10-30 പേജ് സ്പോർട്സാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ ഓടിത്തുടങ്ങി. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാമങ്ങൾ, കാഴ്ചകൾ. ഞാൻ പുറത്തെ കാഴ്ചകൾ ചിത്രീകരിച്ചിങ്ങനെ ഇരിക്കുക. എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ 2 വൃദ്ധർ വന്നിരിക്കുകയാണ്. അവർ നെറ്റി ചൊളിച്ചാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ഒരുത്തൻ ഇവിടെ എന്നുള്ള മട്ടിൽ നോക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ നേരെയൊക്കെ ക്യാമറ തിരിച്ചാൽ വലിയ അപകടമായിരിക്കും. മിക്കവാറും അവരുടെ ചീത്ത ഇന്നലെ സൂപ്പ് കടയിൽ നിന്ന് കിട്ടിയതുപോലെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ക്യാമറ തിരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്തെങ്ങനെ ഇരിക്കുകയാണ്. ഗ്രാമങ്ങൾ, പുൽമേടുകൾ, കൃഷിയിടങ്ങൾ, ചെറുപട്ടണങ്ങൾ ഒക്കെ പിന്നിട്ട് ഓടി കുറേ ദൂരം ഓടി. അങ്ങനെ ഓടി ട്രെയിന് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുകയാണെന്നുള്ള അറിയിപ്പ് വന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റ് വരും. അവിടെ ഒരു ഡിസ്പ്ലേ വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരതിലൊക്കെ ഉള്ളതുപോലെ തന്നെ ട്രെയിന് ആ സ്റ്റേഷനിലേക്ക് എത്തുന്നു. കാർലൈൽ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്. കാർലൈൽ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി. സ്റ്റേഷനിൽ പോയി വണ്ടി നിന്നു. ഈ വണ്ടി നിന്നതും അനൗൺസ്മെൻറ്റും ഒന്നും ഈ ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാകാൻ കാര്യം എന്നറിയോ, ട്രെയിൻ നിന്ന് ഒരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പത്രമൊക്കെ മടക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ സ്റ്റേഷൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ടാവണം. പെട്ടെന്ന് ഇയാൾ എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ തപ്പിയെടുക്കുന്നു, പെട്ടെന്ന് പുറത്ത് ചാടുന്നു. ആ സീറ്റിൽ നിന്നേറ്റ് പുറത്തേക്ക് ചാടുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ പുറപ്പെട്ടു പോകുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഈ വിദ്വാൻ ഈ പത്രങ്ങളെല്ലാം ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതിൽ 1-2 പത്രം എടുത്തിരിക്കുന്നത്, ബാക്കിത്തെ മുഴുവൻ എന്നെ ആ മേശല ഉപേക്ഷിച്ചിട്ട് പുള്ളി പോയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം മടക്കി വെക്കേണ്ട ജോലി എൻ്റേതാണ്. ട്രെയിൻ അവിടുന്ന് പുറപ്പെട്ടു, യാത്ര തുടരുകയാണ്. കുറേ ദൂരമായിട്ട് യാത്ര ചെയ്യുന്നത് മുഴുവൻ ഏതാണ്ട് സമാനമായ കാഴ്ചകളിലൂടെയാണ്. പുൽമേടുകളും കൃഷിയിടങ്ങളും അല്ലെങ്കിൽ വീടുകളും ഗ്രാമങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് ഇനി അധിക ഷോട്ടുകൾ അത്തരത്തിൽ വേണ്ട, ഇനി എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ച വന്നാൽ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ആ മേശ വെച്ചു. അങ്ങനെ ഇരിക്കും ഈ പത്രം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ച് പത്രം എടുക്കുന്നു. പത്രം എടുത്ത് അതിൻ്റെ ആദ്യത്തെ പേജിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒത്തിരി ബോക്സ് ഐറ്റങ്ങളുണ്ട്, കൗതുകരമായ കുറേ വാർത്തകൾ. ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ ഒരു പേജിനകത്ത് റിച്ചാർഡ് ബ്രാൻസൻ്റെ ഒരു പടം. റിച്ചാർഡ് ബ്രാൻസൺ എനിക്കറിയാം, വെർജിൻ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയൊക്കെ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. ലൂസിങ് മൈ വെർജിനിറ്റി എന്നാണ് ആ ബയോഗ്രഫിയുടെ പുസ്തകം. എപ്പോഴെങ്കിലുമൊക്കെ ഡിപ്രസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന അവസരത്തിലൊക്കെ ഞാൻ ഈ പുസ്തകം എടുത്ത് വായിക്കാറുണ്ടായിരുന്നു പണ്ട്. വായിക്കുമ്പോൾ ഒരു എനർജി കിട്ടും. നമ്മളെക്കാളേറെ വലിയ പ്രതിസന്ധികളോട് ഒരു മനുഷ്യൻ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ച കഥയാണ് ആ ആത്മകഥയിൽ പറയുന്നത്. അപ്പോൾ ഒരു എനർജി തരുന്ന ഒരാളാണ്. ഇയാളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഇയാളുടെ പടം കണ്ടപ്പോൾ അവിടെ നിന്നു. സംഭവം ഇതാണ്. അതിൻ്റെ ഹെഡിങ് ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ബ്രാൻസൺ സ്പേസിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നു എന്നാണ് വാർത്ത. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇയാളൊരു സ്പേസ് ടൂറിസം പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. അധികം താമസിയാതെ അടുത്ത ഏതാനും വർഷങ്ങൾക്കകം സ്പേസിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയൊരു പദ്ധതി ഇടുകയാണ്. സത്യത്തിൽ റിച്ചാർഡ് ബ്രാൻസൻ്റെ സ്പേസ് ടൂറിസം എന്ന പ്രോജക്റ്റിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഈ ചെറുപ്പക്കാരൻ ഉപേക്ഷിച്ചിട്ട് പോയ ആ പത്രത്തിൽ നിന്നാണ്.
ആ പത്രത്തിലെ വാർത്തയാണ്. പിന്നെ തുടർന്ന് എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഞാൻ പല എപ്പിസോഡുകളിലായി പല സഞ്ചാരത്തിലൂടെ അതിൻ്റെ പരിശീലനം മുതൽ എല്ലാ ഘട്ടങ്ങളും ഞാൻ വിവരിച്ചിട്ടുണ്ട്. സഞ്ചാരത്തിലും സഞ്ചാരിയുടെ ഡയറി ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ആ കഥകൾ വന്നതാണ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം ആ പേജ് മടക്കി ബാഗിനകത്താക്കി, ബാക്കിയൊക്കെ മടക്കി ഒരു സൈഡിൽ വെച്ചു. വേറെ ആരെങ്കിലും വരുന്നെങ്കിൽ വായിച്ചോട്ടെ. ട്രെയിൻ അപ്പോഴത്തേക്കും ഗ്ലാസ്ഗോ പട്ടണത്തോട് അടുക്കുകയാണ്. ഞാൻ പുറത്തേക്ക് നോക്കി. ഗ്ലാസ്ഗോ നഗരത്തിൻ്റെ വമ്പൻ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, വലിയ ഫാക്ടറി കെട്ടിടങ്ങൾ, വീതിയാർന്ന തെരുവുകൾ ഒക്കെ പിന്നിട്ട് ട്രെയിൻ ഇങ്ങനെ ഓടി ഗ്ലാസ്ഗോ റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടി പോയി നിന്നു. ഗ്ലാസ്ഗോ സെൻട്രൽ സ്റ്റേഷൻ. അപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി പേര് ഇറങ്ങാനുണ്ട്. കാരണം ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ്, ഒരു തുറമുഖ നഗരമാണ്, വളരെ പ്രശസ്തമായ നഗരമാണ്. ഞാനും അവിടെയാണ് ഇറങ്ങേണ്ടത്. ഞാൻ ബാഗൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്ത് അതിൻ്റെ അറൈവൽ ഹാളിലേക്ക് ചെല്ലുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ആ ഭാഗമൊക്കെ പഴഞ്ചനൊരു സ്റ്റേഷൻ പോലെ തന്നെ. പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു പോയി എന്നല്ല, പഴമയോടെ സംരക്ഷിച്ചിരിക്കുന്ന അടിത്തമുള്ള ഒരു പ്രദേശം. പക്ഷേ ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ മുമ്പത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫീലാണ് നമുക്കവിടെ കിട്ടുക. ഞാൻ സ്റ്റേഷൻ്റെ അറൈവൽ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അതൊരു പ്രൗഢമായ ഗംഭീരമായ ഒരു ഹാളാണ്. അവിടുന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി മനുഷ്യർ നിറഞ്ഞൊഴുകുന്ന തെരുവുകൾ, നല്ല പ്ലസൻ്റായ അന്തരീക്ഷം. നമ്മളിപ്പോൾ സ്കോട്ട്ലൻഡിലാണ്. നമ്മൾ ഇതുവരെ ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ്, ഇങ്ങനെ 3-4 ഭാഗങ്ങൾ ചേർന്ന ഒരു രാജ്യം ആണ് UK, യുണൈറ്റഡ് കിങ്ഡം എന്ന് നമ്മൾ അറിയപ്പെടുന്ന പ്രദേശം. ഗ്രേറ്റ് ബ്രിട്ടൻ ഇതിനെല്ലാം കൂടെ ചേർന്ന് പറയും. പക്ഷേ ഈ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ഒക്കെ ആയിട്ട് സാംസ്കാരികമായി വലിയ വ്യത്യാസമുണ്ട്. കേരളവും തമിഴ്നാടും എന്ന് പറയുന്നത് പോലെയോ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത് പോലെ തന്നെ വ്യത്യാസമുണ്ട്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനിലൊക്കെ ഹിന്ദി മനസ്സിലാവുമെന്ന് പറയുന്നത് പോലെ, എന്നാൽ ഹിന്ദിയാണോ ഉറുദു ആണോ എന്ന് ചോദിക്കുന്ന വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ സ്കോട്ട്ലൻഡിലെ ഇംഗ്ലീഷിന് പോലും വ്യത്യാസമുണ്ട്. ഇവരുടെ സംസ്കാരം വ്യത്യാസമാണ്, ഇവരുടെ ചരിത്രം വ്യത്യസ്തമാണ്. എന്തിനേറെ ഈ സ്കോട്ട്ലൻഡുകാർ UK നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്ന് അഭിപ്രായ സർവേ പോലും നടത്തുകയുണ്ടായി. അതിൽ ഏറെക്കുറെ അവരതിൻ്റെ അടുത്ത് വരെ എത്തുക പോലും ചെയ്തതാണ്. അപ്പോൾ എപ്പോഴും സാംസ്കാരികമായി 2 ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ജനസമൂഹമാണ് ബ്രിട്ടീഷുകാരിലെ ഇംഗ്ലണ്ടുകാരും സ്കോട്ട്ലൻഡുകാരും. ആ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന നാളെ ചിലപ്പോൾ മറ്റൊരു ആകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു കാലത്ത് മറ്റൊരു വ്യത്യസ്ത രാജ്യമായിരുന്ന സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ നഗരത്തിലാണ് നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. 3 മണിയായിരിക്കുന്നു സമയം. അപ്പോൾ ഇവിടെ എനിക്കൊരു ഹോട്ടൽ ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഹോട്ടൽ, ഗോൾഡൻ സ്ട്രീറ്റ് എന്നാണ് എൻ്റെ അഡ്രസ്സ്. നിയർ റെയിൽവേ സ്റ്റേഷൻ എന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. എനിക്ക് ഈ ലഗേജും ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഗ്ലാസ്ഗോയുടെ പല കാഴ്ചകളിലേക്കും പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഹോട്ടൽ കണ്ടുപിടിച്ച് ലഗേജ് അവിടെ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നടന്നു. അപ്പോൾ ഈ ഗോൾഡൻ സ്ട്രീറ്റ് ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിലുള്ള ഞാൻ ഈ നടക്കുന്ന സ്ട്രീറ്റ് തന്നെ ഗോൾഡൻ സ്ട്രീറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ കാണേണ്ടതാണ്. സ്റ്റേഷൻ കഴിഞ്ഞു, അടുത്ത കെട്ടിടങ്ങളിൽ നോക്കി, പിന്നത്തെ കെട്ടിടങ്ങളിൽ നോക്കി, അങ്ങനെ നോക്കി കുറേ ദൂരം നടന്ന് ഞാൻ ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്നു. അവിടുന്ന് പിന്നെ ബുക്കാനൻ സ്ട്രീറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതല്ല, ഗോൾഡൻ സ്ട്രീറ്റ് തന്നെയാണ്. തിരിച്ചു നടന്നു. തിരിച്ചു ഈ പറഞ്ഞതുപോലെ തന്നെ ബോർഡെല്ലാം വായിച്ച് മറ്റേറ്റം വരെ നടന്നു. കാണുന്നില്ല. വീണ്ടും, കാരണം ഈ ചെറിയ ബോർഡേ ഇവർ വെക്കുകയുള്ളൂ. ഇങ്ങനെ നടക്കുകയാണ്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിലേറെ, 1 മണിക്കൂറോളം നേരം ഞാൻ അങ്ങും ഇങ്ങും നടന്നു. 1-2 തവണ നടന്നു. തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൊരു ഇൻഫർമേഷൻ സെൻ്ററുണ്ട്. ഞാൻ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനൊരു ക്വാളിറ്റി ഹോട്ടൽ ഗോൾഡൻ സ്ട്രീറ്റ് നിയർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ലേഡിയാണ്. ലേഡി പറഞ്ഞു, ഇങ്ങനൊരു പേര് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ നിയർ റെയിൽവേ സ്റ്റേഷൻ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇനി അതാണോ, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെ ഒരു ഹോട്ടലിൻ്റെ എൻട്രൻസ്, അതൊന്ന് കയറി നോക്കാൻ പറഞ്ഞു. സ്റ്റേഷനകത്ത് തന്നെ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കയറി ചെല്ലുമ്പം അവിടെ ചെറിയൊരു ബോർഡുണ്ട്, ക്വാളിറ്റി ഹോട്ടൽ. ഈ ക്വാളിറ്റി ഹോട്ടൽ ഇരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നില മുഴുവൻ ഈ ഹോട്ടലുകാരെടുത്തിരിക്കുക. എന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ നീളമുണ്ടല്ലോ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ, കെട്ടിടത്തിനകത്താണ് ഈ പ്ലാറ്റ്ഫോം. ഈ കെട്ടിടത്തിൻ്റെ പ്ലാറ്റ്ഫോമിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലത്തെ നില മുഴുവൻ ഈ ഹോട്ടലുകാരുടെയാണ്. ഞാൻ കയറി ചെന്ന് റിസപ്ഷനിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. അവർ പറഞ്ഞു മുകളിലത്തെ നിലയിലാണ് മുറി, കയറി പൊക്കോളാൻ പറഞ്ഞു. ഒരു ലിഫ്റ്റുണ്ട്, കയറി 2-ാം നിലയിലേക്ക് കയറി ചെല്ലുമ്പം 228-ാം നമ്പർ മുറിയാണ്. ഇത് ഒരു കോറിഡോർ അങ്ങ് നീണ്ടു കിടക്കുക. നമ്മൾ അതിൻ്റെ നേരെ താഴത്തെ നിലയിൽ പ്ലാറ്റ്ഫോം എങ്ങനെയാണോ നീണ്ടു കിടക്കുന്നത് അതേപോലെ തന്നെ ഒരു കോറിഡോർ നീണ്ടു കിടക്കുക. ഈ കോറിഡോറിൻ്റെ വശങ്ങളിലാണ് മുറികൾ.
പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പോലെ തന്നെ കുറേ ദൂരം ഒരു 1/2 കിലോമീറ്റർ നടക്കണം. എൻ്റെ മുറി കഷ്ടകാലത്തിന് അതിൻ്റെ അങ്ങേയറ്റത്തെ മുറിയാണ്. 228 നമ്പർ മുറി വരെ അങ്ങ് നടന്നു, അങ്ങേയറ്റത്തെ മുറി പോയി. അതായത് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ മാത്രം ഉണ്ടായിരുന്നു ആ കോറിഡോറിലുള്ള നടത്തം. മുറി കൊണ്ടുപോയി വെച്ചു. ചെറിയ മുറിയാണ്, പക്ഷേ വൃത്തിയുണ്ട്. ഒരാൾക്ക് ഒരു ദിവസം താമസിക്കാം, ഒരു രാത്രി ഞാനിവിടെ താമസിക്കുന്നുള്ളൂ. അതിന് പറ്റിയ നല്ല മുറിയാണ്. ലഗേജൊക്കെ കൊണ്ടുപോയി വെച്ചു, പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് നാളെ പോകേണ്ടത് ഈ സ്കോട്ട്ലൻഡിൻ്റെ വടക്കേ അറ്റത്തുള്ള ഇൻവേർനസ് എന്ന് പറയുന്നൊരു പട്ടണത്തിലേക്കാണ്. ഒരു സാംസ്കാരിക നഗരമാണ്, പ്രകൃതിയുടെ അത്ഭുതങ്ങളുള്ളൊരു നഗരമാണ്. സ്കോട്ടിഷ് ഹൈലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണത്. മനോഹരമായ ഭൂപ്രദേശമാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്. അങ്ങോട്ടാണ് എനിക്ക് നാളെ പോകേണ്ടത്. അപ്പം നാളെ എപ്പോഴാണ് ട്രെയിനിന് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഇന്നത്തെയും നാളത്തെയും ഇവിടുത്തെ ഷൂട്ടിങ് ക്രമീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അവിടെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടാവും. അക്കാലത്തൊക്കെ ബ്രിട്ടനിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരു നോട്ടീസ് ബോർഡ് പോലെ ഒരു ഉണ്ടാവും. അതിലൊരു മഞ്ഞ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് മഞ്ഞയോ വെള്ളയോ പേപ്പറിലൊക്കെ പല സ്റ്റേഷനിലും പലതാണ് ഞാൻ കണ്ടത്. ആ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും വന്നു ചേരുകയും ചെയ്യുന്ന കംപ്ലീറ്റ് ട്രെയിനുകളുടെ ലിസ്റ്റ് ഉണ്ടാവും, ടൈമും വെച്ചിട്ട്, വരുന്ന സമയം പുറപ്പെടുന്ന സമയം ആയിട്ട്. ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്ഗോ സ്റ്റേഷനിൽ ഈ ഒരു പേപ്പർ ഉണ്ടാവും, ഇങ്ങനൊരു നോട്ടീസ് ബോർഡുണ്ട്. ചെന്നു നോക്കി, അതിനകത്ത് ഈ ഇൻവേർനസിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിൻ്റെ കാര്യമൊന്നുമില്ല. വീണ്ടും ഇൻഫർമേഷൻ സെൻറ്ററിൽ ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇൻവേർനസിലേക്ക് ട്രെയിൻ പുറപ്പെടുന്നത് ക്വീൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന മറ്റൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവിടെ ചെന്നാലേ അവിടുത്തെ ടൈം ടേബിൾ നോക്കിയാലേ എപ്പോഴാണ് ട്രെയിൻ അറിയൂ. ഞാൻ പെട്ടെന്ന് തന്നെ ക്യാമറ എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. ഈ ക്വീൻ സ്ട്രീറ്റ് സ്റ്റേഷൻ കണ്ടുപിടിക്കണം, ആ പോകുന്ന വഴിക്ക് ചിത്രീകരിക്കാം. അങ്ങനെ നടന്ന് ഗോൾഡൻ സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ ബുക്കാനൻ സ്ട്രീറ്റിലേക്ക് ചെല്ലുന്നു. ഈ ബുക്കാനൻ സ്ട്രീറ്റൊക്കെ ഉണ്ടല്ലോ, അതിമനോഹരമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ കല്ല് വിരിച്ചിരിക്കുക, നല്ല ചെത്തിമിനിക്ക് കല്ല് വിരിച്ച സ്ട്രീറ്റാണ്. അതിലൂടെ വാഹനങ്ങൾ ഓടാൻ പറ്റില്ല, നടക്കാനേ പറ്റൂ. ആളുകളിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആളുകൾക്ക് ഇരിക്കാനുള്ള കൽബെഞ്ചുകൾ, രണ്ട് വശത്തും ആട്ടിത്തമാർന്ന പ്രൗഢമായ ഷോപ്പുകൾ, നല്ല ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്, നല്ല ഗംഭീര റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതിലൂടെ നല്ല വസ്ത്രം ധരിച്ച ആട്ടിത്തമാർന്ന പ്രൗഢയായ വനിതകൾ, കുട്ടികൾ, ചെറുപ്പക്കാർ, യുവാക്കൾ, വൃദ്ധർ ഒക്കെ നടന്നു നീക്കുന്നു. വൃത്തിയും വെടിപ്പും മനോഹാരിതയും ഗാംഭീര്യവുമാണ് എങ്ങും. വാഹനങ്ങളില്ല, പുകയില്ല, ഹോണടിയില്ല, മറ്റൊരു ശല്യവുമില്ല. നമുക്ക് ഇങ്ങനെ നടക്കാം. അതിമനോഹരമായൊരു അനുഭവമാണ് അതിലൂടെ നടക്കുക. നല്ല തണുപ്പ്, അന്തരീക്ഷത്തിൽ നല്ല കുളിർമ, വലിയ വെയിലൊന്നുമില്ല. നമുക്കങ്ങനെ നടക്കാം. അങ്ങനെ നടന്ന് ഞാൻ ഇതിൻ്റെ രണ്ടു വശത്തെയും കാഴ്ചകൾ ചിത്രീകരിച്ച് ജീവിതം കണ്ട് അനുഭവങ്ങൾ കണ്ട് അങ്ങനെ നടന്ന് കുറേ ദൂരം നടന്ന് അവിടെ ജോർജ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഭാഗത്തുണ്ട്. ഈ ജോർജ് സ്ക്വയറിലെത്തുന്നു. ജോർജ് സ്ക്വയർ മനോഹരമായൊരു സ്ക്വയറാണ്. അവിടുന്ന് വീണ്ടും തിരിച്ച് നടന്ന് നമ്മൾ ക്വീൻ സ്ട്രീറ്റ് സ്റ്റേഷനിലെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക് ഇവിടുന്ന് ഇൻവേർനസിലേക്ക് ട്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 4 മണി വരെയുള്ള സമയം എനിക്കിവിടെ ചിത്രീകരിക്കാം. നാളത്തെ ഫുൾ ഡേ 4 മണിക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ സന്ധ്യയോടുകൂടി ഇൻവേർനസ് പട്ടണത്തിലെത്തും. തിരിച്ച് സ്ക്വയറിലേക്ക് വരുന്നു, ജോർജ് സ്ക്വയറിൽ വരുന്നു, അവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ രസകരമായ ചില കാഴ്ചകളുണ്ട്. കുറച്ച് കലാകാരന്മാരുടെ സംഗീത പരിപാടി, തെരുവ് കലാകാരന്മാരാണ്. എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. അവർ ഗംഭീരമായൊരു പെർഫോമൻസാണ്. കണ്ടു നിന്ന് പോകാനാണെങ്കിലും അവർക്ക് ചുറ്റും കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഓരോ പാട്ടും കഴിയുമ്പോൾ കൈയടിക്കുന്നുണ്ട്. ഓരോ പെർഫോമൻസിനെയും ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവരെല്ലാം ചെന്ന് പൈസ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവർ പൈസയുമായിട്ട് ഓരോ പാട്ടും കഴിയുമ്പോൾ ഓരോ ആളുടെ മുമ്പിൽ പോയി തെണ്ടുന്നില്ല. ആളുകൾ അങ്ങോട്ട് ചെല്ലുകയാണ്. മുതിർന്നവർ കുട്ടികളുടെ കയ്യിൽ പൈസ കൊടുത്തു വിടുകയാണ്, കൊണ്ടിടൂ. കുട്ടികൾക്ക് പ്രേരണയാകുകയാണ്. ഒരു കലാകാരനെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് ബാല്യത്തിൽ തന്നെ ഓരോ കുട്ടിയും പഠിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കലാകാരന് തെരുവിൽ പെർഫോം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? തെരുവിൽ പെർഫോം ചെയ്യുന്ന ഒരു കലാകാരനെ സമൂഹം അംഗീകരിക്കുമോ? ഒരു തെണ്ടിയായിട്ടോ ധർമ്മക്കാരനായിട്ടോ മാത്രമല്ലേ അവനെ കാണുന്നത്. അവൻ ആത്മാഭിമാനത്തോടെ ഒരു പെർഫോമൻസ് നടത്താൻ കഴിയുന്ന സാഹചര്യം നമുക്കുണ്ടോ? സാംസ്കാരിക ഔന്നത്യത്തെക്കുറിച്ച് നമ്മൾ വാചാലമായി സംസാരിക്കും. നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, പാശ്ചാത്യരുടെ സംസ്കാരം ഇല്ലായ്മയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഈ പാശ്ചാത്യ നാട്ടിൽ, ഈ ബ്രിട്ടനിൽ ഒരു കലാകാരന് തെരുവിലേക്ക് ഇറങ്ങി പാട്ടുപാടി അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാകുന്നുണ്ട്. സമൂഹം അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്നും ഗംഭീര പെർഫോമൻസ് നടത്തുമ്പോൾ കൈയടിക്കാൻ ചുറ്റും ആളുകൾ കൂടുന്നു. അവർ പണം നൽകുന്നു. അവരിവനെ കുറഞ്ഞൊരു മനുഷ്യനായിട്ട് കാണുന്നില്ല. ഏത് കലാകാരനെയും കലാകാരനായി ആദരവോടെ അവർ കാണുന്നു. അവന് ജീവിക്കാനുള്ള പ്രോത്സാഹനം നൽകുന്നു, പണം നൽകുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ണു നിറയെ കണ്ട് അതെല്ലാം ചിത്രീകരിച്ചെടുത്ത് ഗ്ലാസ്ഗോ എന്ന അത്ഭുത നഗരത്തിൻ്റെ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ,
സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.